സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഭരണം തുടർന്ന് പോവുക. അതാണിപ്പോൾ ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളൂ. ഈ സിനിമ കണ്ടിട്ട് അയ്യോ എന്തുവാ ബൈ ഇത്. ഇതിലും ഭേദം മോഡിജിയെ അങ്ങ് ഹീറോ ആക്കുന്നതായിരുന്നു. ഇതിലും അത് തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. മോഡിജി തന്നെയാണ് ഹീറോ. ചായ്വാല അങ്ങ് തകർത്തു എന്നാണ് പറയുന്നത്. അയ്യോ ഈ സിനിമയുടെ ടെക്നിക്കൽ സൈഡ് അടിപൊളിയാണ്. ടെക്നിക്കൽ ടീമിനെ ഗ്യാദർ ചെയ്ത് ടെക്നിക്കൽ ടീം പെർഫെക്റ്റ് ആണെങ്കിലേ നമുക്ക് നല്ലൊരു ഡയറക്ടർ ആകാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ച് നമ്മുടെ നാട്ടുകാരുടെ പൾസും മനസ്സിലാവണം. അത് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ഈ അഖിൽമാരാർ പോലെയൊക്കെ ആയിപ്പോവും. മനസ്സിലായി കഴിഞ്ഞാൽ ഓക്കെ പിഷാരടി ഇങ്ങനത്തെ ഷാജോൺ അങ്ങനത്തെ ആൾക്കാരൊക്കെ പൾസ് മനസ്സിലാക്കിയ ആൾക്കാരാണ്. നമ്മുടെ ജോജു ജോർജിനെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പുള്ളിയുടെ ജാട കാരണം. പക്ഷേ എന്നാൽ പുള്ളിയുടെ സിനിമകളൊക്കെ കുറച്ചൊക്കെ പക്ഷേ കുറേയൊക്കെ ക്രിഞ്ചാണ്. എന്താണേലും ഈ ദുരന്തർ സിനിമ അയ്യോ എങ്ങനെയാ പോയി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? നാണോ മാനോ ഇല്ലെന്നാണ് ചോദിക്കാൻ തോന്നുന്നത്. ആദ്യത്തെ പാട്ടിലാണെങ്കിൽ മറ്റേ റഹ്മാൻ്റെ ഇട്ട് ഫ്ലിപ്പറാച്ചിയുടെ പാട്ടിന് ഡാൻസ് ചെയ്യുന്നു. ഫ്ലിപ്പറാച്ചി അങ്ങ് ഒമാനിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നവനൊരുത്തനാണ്. അവനെ കൊണ്ടുവന്ന് ഈ പടത്തിൽ ഇതിൻ്റെ ഡയറക്ടർ ആദിത്യ ദാർ എന്ന് പറയുന്ന ഈ മഹത് വ്യക്തിക്ക് ഭയങ്കര കോൺടാക്ട്സാണ്. നോക്കുമ്പോൾ യൂറോപ്പിലെ ലീഡേഴ്സ് ജോഗിങ് സമയത്ത് ദുരന്തറിനെ കുറിച്ച് സംസാരിക്കുന്നു. ഇങ്ങനത്തെ പ്രോപ്പഗാൻഡാസ് ആണല്ലോ ഈ സിനിമ. അതാണെങ്കിലും 10,000-2,000 കോടി 3,000 കോടി അടിച്ച് എടുത്തു. പറഞ്ഞ റാസ്കൽസ് ഇതുപോലത്തെ ഒരു പാഴ് സിനിമ ഇറക്കി വെച്ചിട്ട് എന്തുവാണ് ഇവനാരുടെ ഹൾക്കോ? എൻ്റെ അമ്മേ അങ്ങ് സൂപ്പർ ഹീറോ ആക്കായിരുന്നു. ഈ ഒരു സ്പെഷ്യൽ ഏജൻറ്റിനെ അങ്ങ് സൂപ്പർ ഹീറോ ആക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പേര് കൊടുത്തിട്ട് നമ്മുടെ നോട്ട് 7 പോലും അടി കിട്ടിയാൽ ഒന്ന് വീഴും. പക്ഷേ ഈ പുള്ളി കുത്ത് കിട്ടിയാലും വെടി കിട്ടിയാലും പുള്ളിയെ പിച്ചി ചീന്തിയാലും പുള്ളി മറ്റേ മുറി കൂടുന്ന ജാതിയാണ്. ആ ഒരു ടൈപ്പാണ് പുള്ളി. ഈ ജന്മമൊക്കെയാണെന്ന് പടം എടുത്ത് വെച്ചിരിക്കുന്നു. അമ്മായിയച്ഛനെ മൊത്ത സിനിമയിൽ പഴമായിട്ട് കാണിച്ചിട്ട് അവസാനം നോക്കുമ്പോൾ അയാൾ സ്പെഷ്യൽ ഏജൻറ്റ്. അയ്യോ അതാണ് സഹിക്കാൻ പറ്റാത്ത ഒരു സംഭവമായി പോയത്. എങ്ങനെയാടാ ഇതൊക്കെ എങ്ങനെയാടാ ചിന്തിച്ച് എടുക്കുന്നത്? നീയൊക്കെ എവിടെ കൂടെയാടാ ചിന്തിക്കുന്നത്? ഇങ്ങനെ സിനിമ എടുത്ത് വെച്ച് പ്രോപ്പഗാൻഡ ഉണ്ടാക്കി മറ്റേ രാഷ്ട്രീയത്തിനെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന ഊളകൾ. ഒരു സ്പെഷ്യൽ ഏജൻറ്റിൻ്റെ പേരും പറഞ്ഞ് മാധവനെയൊക്കെ എനിക്ക് കുറച്ചൊക്കെ റെസ്പെക്റ്റുള്ള ഒരു ആക്ടറായിരുന്നു. ഈ സഞ്ജയ് ദത്തൊക്കെ പാഴ്, അയാൾ പിന്നെ എന്ത് റോളും ചെയ്യുമെന്ന് നോക്കാം. മാധവനൊക്കെ കുറച്ച് നല്ല റോൾസൊക്കെ എടുക്കാറുള്ളായിരുന്നു. പക്ഷേ ഇത് മറ്റേ IB-യിലെ ചീഫ് അല്ല റോയിലെ ചീഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുത്താന്ന് തോന്നുന്നു. പക്ഷേ ഇങ്ങനത്തെ പണി പുറകിൽ വരുന്നുണ്ടെന്ന് അറിഞ്ഞില്ലല്ലോ. അതാണേലും പടം ഒരു സിനിമയായിട്ട് കൊള്ളാം. പക്ഷേ അതിൽ ഡിസ്ക്ലെയിമറും കാര്യങ്ങളൊക്കെ വെക്കരുത്. ഇത് റിയൽ അല്ല. പിന്നെ എന്തിനാ മോഡിയെ കാണിക്കുന്നത്? അല്ലെങ്കിൽ നവാസ് ഷെരീഫിനെ കാണിക്കുന്നത്? നവാസ് ഷെരീഫിൻ്റെ പേരൊക്കെ മാറ്റിയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ആണെങ്കിൽ മറ്റേ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഫോട്ടോയൊക്കെ കാണിച്ചിട്ട് അയാളിപ്പോൾ വയ്യാണ്ട് കിടക്കുക. ഇവർ പോയി കണ്ട പോലെയാണ് ദാവൂദ് ഇബ്രാഹിമിനെ. എന്തുവക ആൾക്കാരൊക്കെയാണെന്ന്. പഞ്ചാബിൽ ഒരു ഭയങ്കര മോശപ്പെട്ട ആൾക്കാരാണ്. പഞ്ചാബികൾ മൊത്തം തെണ്ടികളാണ്. പഞ്ചാബിൽ ഒരു പെണ്ണിനെ 15 പേര് റേപ്പ് ചെയ്തു. ഭയങ്കര വൃത്തികെട്ട ആൾക്കാരാണ്. എന്തിനാണ് ഇങ്ങനെയൊക്കെ പോർട്രേ ചെയ്യുന്ന ഒരു സ്ഥലത്തിന്? ഒരു മാസം മുമ്പാണെങ്കിൽ മറ്റേ കേരള സ്റ്റോറി ബീഫ് നമ്മുടെ നാട്ടിൽ മൊത്തം മറ്റേ ജിഹാദ് ലവ് ജിഹാദ് അണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിൻ്റെ കേടായ ഉമ്മാർക്ക് എന്നാണ്. എനിക്ക് ഒരു ഡയലോഗാണ് ഓർമ്മ വന്നത്. ബ്ലാക്ക് ഫ്രൈഡേ എന്നൊരു സിനിമ ഉണ്ട് അനുരാഗ് കശ്യപിൻ്റെ. അതിനകത്ത് ഒരു പോലീസ് ഓഫീസറിൻ്റെ റോളുണ്ട്. പുള്ളി ഒരു അക്യൂഷനെ പിടിച്ചിട്ട് ശരിക്കും സംഭവിച്ചതെന്ന് പറയുന്നത് ബ്ലാക്ക് ഫ്രൈഡേ സിനിമയിൽ കുറേ കാര്യങ്ങളൊക്കെ സത്യമാണ്. ഇതുപോലെ ഒന്നുമല്ല. ആ ഡയലോഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ അവൻ ചൂത്തിയാക്കി, നിങ്ങളെ അവൻ ഇവിടെ തഴഞ്ഞിട്ട് പോയി. തും ലോഗോं को चूतिया बनाया उसने क्योंकि तुम चूतिए हो और बनते रहोगे. हर कोई हिंदू हर कोई मुसलमान जो धर्म के नाम पे एक दूसरे को मारता है वो चूतिया बनता रहेगा എന്ന് പറഞ്ഞാണ് ഡയലോഗ്. അതായത് മതത്തിൻ്റെ പേരിൽ ഒരു ഹിന്ദു മുസ്ലിമിനെ തല്ലിയാലും മുസ്ലിം ഹിന്ദുവിനെ തല്ലിയാലും അല്ലെങ്കിൽ കൊന്നാലും ആ മുസ്ലിമും ചൂത്തിയാണ്, ആ ഹിന്ദുവും ചൂത്തിയാണ്. ഇവന്മാർ തമ്മിൽ അടിക്കുന്നില്ലേ? 2025 മതത്തിൻ്റെ പേരും പറഞ്ഞ് തമ്മിൽ അടിക്കുന്ന ഇവന്മാരെ വേറെ എന്താണ് വിളിക്കേണ്ടത്?